إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله മുഅ്മിനീങ്ങളെ അറിവ് നേടുന്നതിന്റെ ശ്രേഷ്ഠത, വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന്റെ പവിത്രത, അതുകൊണ്ടുള്ള നേട്ടം അത് മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആളുകൾ ഇന്ന് ബഹുഭൂരിഭാഗവും അതിന്റെ പിന്നിലാണ്. അത് നേടാൻ വേണ്ടി എത്ര ചെലവാക്കാനും ആളുകൾ തയ്യാറാണ്. കഠിനാധ്വാനം ചെയ്യാൻ, എത്ര ദൂരം വരെ സഞ്ചരിക്കാൻ അതിന് യാതൊരു മടിയുമില്ലാത്ത ഒരവസ്ഥയിലാണ്. പലരുടെയും മനസ്സിലുള്ളത് ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ടാണ് ആളുകൾക്ക് ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കുക, ഉയർന്നു വരാനും അവർക്ക് ഭൗതികമായ മറ്റുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുക എന്നുള്ള ഒരു തോന്നലിലാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ഒരു പ്രോത്സാഹനം, അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. ദീനിനെ കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനെ പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് പഠിക്കാൻ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ സഞ്ചരിച്ച ആ മാർഗത്തിൽ കൂടെ കൃത്യമായി സഞ്ചരിക്കാൻ, അങ്ങനെയാണ് മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ഈ ലോകത്തും പരലോകത്തും അഭിവൃദ്ധി പ്രാപിക്കാൻ, ഈ ലോകത്തും പരലോകത്തും ഉന്നതിയിലെത്താൻ, പ്രതാപം, നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടെ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത മറ്റൊരു മാർഗമില്ല. ആര് തന്നെ എന്തിനെ കുറിച്ച് എങ്ങനെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ശരി, നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഫജ്ർ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം നിരന്തരം അവിടുന്ന് പറയുന്ന ഒരു ദുആയായിരുന്നു, ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. നിരന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അത് പറയലുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിന്റെ വഹയികൾ ആ പ്രവാചകന്റെ മേൽ നിരന്തരം അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് പോലും, അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ ത്വയ്യിബായ ഹലാലായ വിഭവങ്ങൾ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, സ്വീകാര്യയോഗ്യമായ പ്രവർത്തനം അല്ലാഹുവേ, അതിനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണം, ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന്. ശ്രദ്ധിച്ചു നോക്കി സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കി മുഅ്മിനീങ്ങളെ, വിഭവങ്ങൾ, ഈ ഭൗതികമായ ഭക്ഷണപാനീയങ്ങളും മറ്റുള്ള ഭൗതികമായ വിഭവങ്ങളും അത്യാവശ്യമാണ് നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും സ്ത്രീ പുരുഷന്മാർക്കും ഒരുപോലെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കണം എന്നുള്ള അതിയായ മോഹവും ആഗ്രഹമുള്ളവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ പ്രധാനപ്പെട്ട രണ്ടിന്റെ മുന്നിൽ ഉപകാരപ്രദമായ ഇൽമ നൽകണം അല്ലാഹുവേ എന്നാണ് ചോദിച്ചത്. എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം? എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അത് വളരെ വ്യക്തമാണ്. നമുക്ക് ശരിയായ ഉപകാരപ്രദമായ ഇൽമില്ല എന്നുണ്ടെങ്കിൽ, ഹലാലും ത്വയ്യിബുമായതാണോ ഞാൻ നേടുന്ന വിഭവം, അതല്ല നിഷിദ്ധമാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും സുന്നത്തും പ്രവാചകന്റെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ വ്യക്തമായി അത് മനസ്സിലാക്കാത്ത കാലത്തോളം ചെയ്യുന്ന ഇബാദത്തുകൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്നതിന് പകരം
ബഹുഭൂരിഭാഗവും തള്ളപ്പെടുന്നതാകാനാണ് സാധ്യത. ഒരുപാട് ചിന്തിക്കാതെ, ഒരുപാട് ആലോചിക്കാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വിവരമില്ലാതെ ഒരു കാര്യം ചെയ്താൽ അത് നന്നാകുന്നതിനേറെ നശിക്കാനും ദുഷിക്കാനുമാണ് സാധ്യത കൂടുതൽ എന്നുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു മനുഷ്യന് ഭക്ഷണപാനീയത്തിലേക്ക് അവന്റെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമുണ്ടോ അതിലേറെ അവന് അത്യാവശ്യമുള്ള സാധനമാണ് ശർഈയായ ഇൽമ് എന്ന് പറയുന്നത്, ഖുർആൻ സുന്നത്തിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ അവന് ഭക്ഷണപാനീയങ്ങൾ 1 or 2 ഏറി വന്നാൽ 3 പ്രാവശ്യമേ അവന്റെ ശരീരത്തിന് അത് ആവശ്യമുണ്ടാവുകയുള്ളൂ. അതിലേറെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യത്തിന്റെ പുറത്തായിരിക്കും, അത് അവന് അനാവശ്യമായിരിക്കും. എന്നാൽ ശർഈയായ ഇൽമ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഓരോരോ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം കണ്ട്, അവന്റെ ഓരോ മിടിപ്പിന്റെ അതിനനുസരിച്ച് അവൻ അതിൽ അത്യാവശ്യക്കാരനായിരിക്കും, അതിലേക്ക് അവൻ അത്യാവശ്യക്കാരനായിരിക്കും. ഈ പറയുന്ന ശർഈയായ ഇൽമ് ഒരു മനുഷ്യന് നേടാതെ അവൻ ജീവിക്കുന്ന പക്ഷം അവന്റെ മനസ്സ് ചത്തുപോകും, അവന്റെ ഹൃദയം ദുഷിച്ചു പോകും. ശരിയായ ഒരു മനുഷ്യന്റെ അവന്റെ ഉപകാരം ശരിയായ ഒരു മനുഷ്യന്റെ ലെവലിൽ നിന്ന് അവൻ തെറ്റിപ്പോകും. അൽ ജാഹിലൂന ഫമാതു ഖബ്ല മൗതിഹിം വൽ ആലിമൂന ഫഅഹിയാഉ വഇൻ മാതു. വിവരമില്ലാത്ത ആളുകൾ ദീനിന്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ പോകുമ്പോൾ അവരുടെ ശരീരം ജീവനോടെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് നിർജീവമായിരിക്കും. അവർക്ക് നല്ലതേതാണ് ചീത്തയേതാണ് എന്ന് ഈ ലോകത്തിലും പരലോകത്തുമുള്ള അവരുടെ കാര്യങ്ങൾ അവർക്ക് നേടിയെടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് പണ്ഡിതന്മാർ അവർ ഈ ലോകത്തിൽ നിന്ന് ശരീരം കൊണ്ട് മരിച്ചു പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ ഈ സമൂഹത്തിന്റെ ഇടയിൽ പൂർണ്ണ ജീവനോടുകൂടെ കഴിച്ചുകൂട്ടുന്നവരായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവർ എഴുതി വെച്ച ഗ്രന്ഥങ്ങള്, അവർ പ്രചരിപ്പിച്ച ദീന്, അത് ഇന്നും മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ അവർ ജീവിച്ചിരിക്കുന്നത് പോലെ സജീവമായി കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തുടങ്ങുന്നത് ബാബുൻ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. അറിവ് വേണം പറയുന്നതിന്റെ മുമ്പ്, പ്രവർത്തിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് അദ്ദേഹം തെളിവായി കൊണ്ട് പറയുന്നത് സൂറത്ത് മുഹമ്മദിലുള്ള ആയത്ത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. ഫഅലം നബിയെ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുടർന്നുകൊണ്ട് അവിടെ ഉമ്മത്തിനോടും അള്ളാഹുവിന്റെ നിർദ്ദേശമായി കൊണ്ട് പറയുന്നു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിശ്ചയം ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊന്നും തന്നെയില്ല, ഒരു വസ്തുക്കളും ഒരു വ്യക്തികളും ഇല്ല എന്ന് അറിയണമെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന്റെ അതിന്റെ ഷർത്തുകളിൽപ്പെട്ട ഉപാധികളിൽപ്പെട്ട ഒരു ഉപാധിയാണ് അൽ ഇൽം. എന്താണ് ആ പറയുന്ന കലിമത്തിന്റെ വചനത്തിന്റെ അർത്ഥം, ആശയം എന്ന് ശരിക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണമെന്ന്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അറബികളായതുകൊണ്ട് ആ പറയുന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയെന്ന് പറഞ്ഞാൽ അവർ പറയാൻ തയ്യാറാവുകയില്ലായിരുന്നു, അവർ അഹങ്കരിച്ച് പിന്മാറുമായിരുന്നു. മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അബൂ താലിബിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് നിങ്ങൾ പറയൂ. കലിമത്തൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ഇത് തെളിവായി കൊണ്ട് പറയാൻ, സാക്ഷിയായി വരാൻ തയ്യാറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അബൂ താലിബിന് അതിന്റെ കൃത്യമായ അർത്ഥം അറിയുമായിരുന്നു, അതിന്റെ ആശയം മനസ്സിലാക്കിയിരുന്ന അറബിയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ആപൽകരമായ ഘട്ടത്തിൽ, അവസാന ഘട്ടത്തിൽ പോലും ആ മനുഷ്യൻ അത് പറഞ്ഞില്ല, അത് പറയാൻ സമ്മതിക്കുകയും ചെയ്തില്ല അവന്റെ കൂടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ കുഫാറുകൾ. നേരെ മറിച്ച് ഈ പറയുന്നതിന്റെ അർത്ഥം ശരിക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട് ഇന്ന് മുസ്ലിം സമൂഹങ്ങളിലുള്ള ആളുകൾ 10,000-ഉം 70,000-ഉം പ്രാവശ്യം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മൈക്കുകളിലും അതുപോലെ തന്നെ ഉച്ചഭാഷണികളിലും അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന് വിരുദ്ധമായി കൊണ്ട് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പഠിക്കാൻ തയ്യാറാവണം. അറിയാൻ പരിശുദ്ധ ഖുർആനും റസൂലിന്റെ സുന്നത്തും മുൻഗാമികളായ സലഫുകൾ, സഹാബത്തും താബിഈങ്ങളും അവർ മനസ്സിലാക്കിയതുപോലെ, അവരതിന് പ്രാധാന്യം കൊടുത്തതുപോലെ അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള
സമയം കണ്ടെത്തണം. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മുൻകാലങ്ങൾ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇന്നതിന് എത്രയോ ലളിതമാണ്, എത്രയോ സൗകര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്, അതല്ലാത്ത സ്ഥലങ്ങളിലുണ്ട്. സത്യസന്ധരായ പണ്ഡിതന്മാരിൽ നിന്ന് നേരിക്ക് നേരെ അവരെ മുന്നിൽ ചെന്നിരുന്ന് കേൾക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിൽ തന്ന ഈ ഉപകരണങ്ങളിൽ കൂടെയും മറ്റും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു. അത് പഠിച്ച് മനസ്സിലാക്കി മുസ്ലിം സമൂഹത്തിന് മുൻകാലത്തുണ്ടായിരുന്ന ഒരു പവിത്രതയും ഒരു സ്ഥാനവും ഒരു ആദരവും ഒരു പവിത്രതയും അതുപോലെ തന്നെ ഭൗതികമായ മതപരമായ ഒരു ആവേശവും ഒരു അഭിവൃദ്ധിയും അത് ഈ സമുദായം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മുൻഗാമികളായ ആളുകൾ അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയതുപോലെ അതിലേക്ക് നാം മുന്നിടാത്ത കാലത്തോളം നഷ്ടപ്പെട്ട പ്രതാപമോ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നൊരു കരകയറ്റമോ മുസ്ലിം സമൂഹത്തിന് സാധ്യമല്ല തന്നെ. ചില ആളുകൾ മനസ്സിലാക്കിയ തെറ്റായ മറ്റൊരു ധാരണ, ഇൽമ പഠിക്കുക, ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മാത്രം മനഃപ്പാഠമാക്കുക എന്നുള്ള ചില ധാരണ ചില ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അതല്ല ഇൽമ പഠിക്കുക എന്ന് പറയുന്നത്. ശർഈയായ ഇൽമ പഠിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൃത്യമായി തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ പഠിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിൽ പറഞ്ഞ ആശയങ്ങളും അധ്യാപനങ്ങളും അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, അതിൽ പറഞ്ഞ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ അഹ്ലുല്ലാഹി വ ഖാസത്തുഹു. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം, അതിന്റെ വിശദീകരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലാണ്. അത് ജീവിതത്തിൽ പകർത്തിയത് സലഫുകളായ മുൻഗാമികളാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒത്തുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരാൾ പഠിക്കുമ്പോഴാണ് അവർ ശർഈയായ ഇൽമ പഠിച്ചവരും അതുകൊണ്ട് ഉപകാരപ്പെട്ടവരും അള്ളാഹുവിന്റെ വേണ്ടപ്പെട്ടവരും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുമാവുക. നേരെ മറിച്ച് വെറും ഖുർആനിന്റെ വാക്കുകൾ മാത്രം കാണാതെ പഠിക്കുകയും തെറ്റില്ലാതെ അമ്പും വില്ലും ശരിയാക്കുന്നത് പോലെ അത് കൃത്യമാക്കുകയും അതിന്റെ അർത്ഥങ്ങളിലേക്കോ അതിന്റെ ആശയങ്ങളിലേക്കോ അതിലുള്ള നിയമങ്ങളിലേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ സഹാബത്തിന്റെ മുൻഗാമികളുടെ ചരിത്രങ്ങളും അവരുടെ അധ്യാപനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ഒരാൾ തയ്യാറാവാതെ നിന്നാൽ അവർ ഖുർആനികളായി മാറും, ഖുർആനിയൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവരാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിശുദ്ധ ഖുർആൻ മാത്രം പാരായണം ചെയ്യുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞ താക്കീതിന്റെ മറ്റു ചില വചനങ്ങളുമുണ്ട്. അവസാന കാലത്ത് ചില ആളുകൾ വരും, യഖ്റഊനൽ ഖുർആൻ, അവർ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യും, സ്വരമാധുര്യത്തോടുകൂടെ തെറ്റില്ലാതെ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. പക്ഷെ യംറുഖൂന മിനൽ ഇസ്ലാമി മുറൂഖ സഹമി മിനർ റബിയ, വേട്ടയാടപ്പെട്ട മൃഗത്തിൽ നിന്ന് അതിനെ എറിഞ്ഞ അമ്പതിന്റെ ശരീരത്തിൽ എങ്ങനെ പുറത്തു പോകുന്നുവോ അതുപോലെ അങ്ങനത്തെ ആളുകൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, റുബ്ബ ഖാരിഇൽ ഖുർആനി വൽ ഖുർആനി യൽഅനു, എത്ര ഖുർആൻ പാരായണക്കാരാണ്, ആ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ദീന് ശരിയായ നിലയ്ക്ക് പഠിക്കണം, പരിശുദ്ധ ഖുർആൻ പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കണം. മുൻഗാമികളായ ആളുകൾ അത് പഠിച്ച് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്തിയോ അങ്ങനെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അപ്പോൾ അള്ളാഹു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത പ്രതാപവും സുരക്ഷയും സമാധാനവും ഈ ലോകത്തും പരലോകത്തുമുള്ള വിജയവും ഉയർച്ചയും തീർച്ചയായും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ വഫിഖ്നാ ലിതാഅതിക വസബ്ബിത്നാ അലാ ദീനിക്കൽ ഇസ്ലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജൂതന്മാര്, യഹൂദികള്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഗ്രന്ഥമായ തൗറാത്ത് നൽകിയിരുന്നു. ആ തൗറാത്ത് അവർ പഠിക്കാനോ അതിൽ പറഞ്ഞ അധ്യാപനങ്ങളും നിയമങ്ങളും അവരുടെ ജീവിതത്തിൽ പകർത്താനോ തയ്യാറാവാതെ നിന്നപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വളരെ മോശമായ നിലക്ക് അവർ വിമർശിച്ചത് നമുക്ക് കാണാൻ കഴിയും. മസലുൽ ലദീന ഹുമിലുത് തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله بئس مثل القوم الذين كذبوا بآيات الله
ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തൗറാത്ത് നൽകപ്പെട്ടു ജൂതന്മാർക്ക്. ആ തൗറാത്ത് അവർ പഠിക്കാൻ തയ്യാറായില്ല. അതിൽ പറഞ്ഞ നിയമങ്ങളും അധ്യാപനങ്ങളും ജീവിതത്തിൽ പകർത്താൻ തയ്യാറായില്ല ഒരു കൂട്ടര്. മറ്റൊരു വിഭാഗം ആളുകൾ അവർ തൗറാത്ത് പഠിച്ചു, അവർക്ക് അതിന്റെ വിജ്ഞാനം നേടി. പക്ഷേ അവരുടെ ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഇങ്ങനെ അവർ ചെയ്തപ്പോൾ അള്ളാഹു അവരെ ഉപമിച്ചത് കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഏടുകൾ ഗ്രന്ഥങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന കഴുതകളെ പോലെയാണ്. ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിഹീനമായ, ആളുകൾ പലപ്പോഴും വിമർശിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് കഴുത എന്ന് പറയുന്നത്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് കളവാക്കുക. ഇങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു ഉപമിച്ച ഉപമ വളരെ ചീത്തപ്പെട്ടതാണ്. സത്യനിഷേധികളായ, അക്രമകാരികളായ ആളുകൾക്ക് ഒരിക്കലും ഹിദായത്ത് ലഭിക്കുകയില്ല. ഈ പറയുന്ന ജൂതന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിമർശിച്ച് ആ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചു തന്നത്, ഇതേ സ്വഭാവം, ഈ പ്രവർത്തനം ഈ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ചെയ്താൽ ഈ പറയുന്ന ജൂതന്മാരെ അള്ളാഹു എങ്ങനെ ഉപമിച്ചുവോ, അവർക്കുള്ള അധകൃതത, അവർക്കുള്ള നിന്ദത എങ്ങനെ ലഭിച്ചുവോ, അതുപോലെ ഈ പറയുന്ന സമൂഹത്തിനും അത് വന്നു ചേരും എന്നുള്ള താക്കീതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജിന് വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സമയത്ത്, ഉസ്ഫാൻ എന്ന് പറയുന്ന മദീനയിൽ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരമുള്ള ഉസ്ഫാനിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും വന്ന് വിശ്രമിക്കുമ്പോൾ മക്കയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഗവർണറായ നാഫിഉ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. നാഫിഉ റളിയല്ലാഹു അൻഹു ഉസ്ഫാനിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ ചോദിച്ചു, മക്കക്കാർക്ക് മസ്ജിദുൽ ഹറാമും കാബ ഷരീഫും ഉൾക്കൊള്ളുന്ന മക്കക്കാരായ ഖുറൈശികളും ശുറഫാകളും ആദരണീയരുമായ ആളുകൾക്ക് നിങ്ങൾ പകരമായി ആരെയാണ് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ നിർത്തിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ, അദ്ദേഹത്തിന് ഞാൻ എനിക്ക് പകരമായി അവരുടെ കാര്യങ്ങൾ നോക്കാനും ശ്രദ്ധിക്കാനും അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ? നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗലം മിൻ മവാലിന, ഞങ്ങളൊരു അടിമയായിരുന്നു. അങ്ങനെ പിന്നെ സ്വതന്ത്രനായി മോചിപ്പിച്ച് അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നിശ്ചയിക്കാൻ പറ്റുന്ന നിലക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു മക്കക്കാർക്ക് കാബ ഷരീഫും മസ്ജിദുൽ ഹറാമുമുള്ള ആദരണീയരായ ആളുകളുടെ അമീറായിക്കൊണ്ട് ഒരു അടിമയായ മനുഷ്യനെയാണോ നിങ്ങൾ അവിടെ പകരമാക്കി പോന്നത്? നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു താലിൽ കിതാബില്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ പരിശുദ്ധ ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല വആലിമുൻ ബിൽ ഫറാഇൽ, ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത് എങ്ങനെ വിഹിതം വെക്കണം എന്ന് പറയുന്ന ഇൽമുൽ ഫറാഇൽ പല പണ്ഡിതന്മാർക്കും അറിയാനും പഠിക്കാനും പ്രയാസമുള്ള അത്തര കടുകട്ടിയുള്ള വിജ്ഞാനത്തിനെ കുറിച്ച് നല്ല അറിവും പാണ്ഡിത്യവുമുള്ള ആളാണ്. ഖുർആനിനെ കുറിച്ച് പാരായണം ചെയ്യാനും അതിലുള്ള നിയമങ്ങളും കൃത്യമായി അറിയുന്ന ഒരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് പറഞ്ഞു, അലാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ല യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ, നിശ്ചയം ഈ ഗ്രന്ഥം കൊണ്ട് അല്ലാഹു ചില ആളുകളെ ഉയർത്തും. അടിമയായിരുന്നു ഒരു സമയത്ത്. അദ്ദേഹം അതിൽ നിന്ന് മോചനം ലഭിച്ചതിന്റെ ശേഷം പരിശുദ്ധ ഖുർആൻ പഠിച്ചു, അതിലുള്ള നിയമങ്ങളും അധ്യാപനങ്ങളും ദീന് പഠിച്ചു. അപ്പൊ മക്കക്കാരായ പ്രമുഖരായ ആളുകളുടെ അമീറും ഖലീഫയും നേതാവുമാകാനുള്ള അർഹത അദ്ദേഹത്തിന് ലഭിച്ചു. നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനം ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു കൊടുത്തു. വയളഉ ബിഹി ആഖരീൻ, ചില ആളുകളെ ഈ ഗ്രന്ഥം കൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അതിനെ പിൻഭാഗത്തേക്ക് തട്ടിക്കളഞ്ഞ ആളുകൾ, അതിൽ പറഞ്ഞ അധ്യാപനങ്ങൾക്ക് വില കൊടുക്കാത്തവരാണെങ്കിൽ, എത്ര വലിയ തറവാട്ടുകാരാണെങ്കിലും എത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണെങ്കിലും എന്ത് തന്നെ ഭൗതികമായി അവർ നേടിയാലും വയളഉ ബിഹി ആഖരീൻ, മറ്റു ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം കൊണ്ട് നിന്ദിക്കുകയും താഴ്ത്തിക്കളയുകയും ചെയ്യും. നമുക്കറിയാം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, കാബ ഷരീഫിന്റെ നോട്ടക്കാരും അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഈ അധ്യാപനങ്ങൾ മുഖവിലക്കെടുക്കാത്തത് കാരണം ചരിത്രത്തിൽ അവര് എത്രത്തോളം മതപതനത്തിലേക്ക്, എത്രത്തോളം പരാജയത്തിലേക്ക് അവർ കൂപ്പുകുത്തി എന്നുള്ളത് ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, സഹോദരന്മാരെ, എപ്പോഴും നമ്മുടെ കണ്ണിന്റെ നേർക്ക് നമ്മുടെ ശ്രദ്ധയിലും മനസ്സിലും ഉണ്ടാകണം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ,
ഒരു മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ അവർ പഠിപ്പിച്ചു കൊടുക്കും. ഈ ഹദീസിനൊരു ഉൾട്ടാർത്ഥമുണ്ട്, അതിന് വിരുദ്ധമായ മറ്റൊരർത്ഥമുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടെ കാണണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്ന സൗകര്യങ്ങൾ, നമ്മുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ച സംവിധാനങ്ങൾ, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ ദീന് നമ്മൾ പഠിക്കണം, മുതിർന്നവർ പഠിക്കണം, കുട്ടികളെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിന്റെ ദീന് ശരിയായ നിലക്ക് പഠിച്ച് അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ നിർവഹിച്ച് ഹലാലായ വിഭവങ്ങളും കാര്യങ്ങളും സമാഹരിച്ച് ഈ ലോകത്ത് സമാധാനത്തോടുകൂടെ പരലോകത്ത് വിജയത്തിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവണം സഹോദരന്മാരെ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളും കാര്യങ്ങളും അത് കേൾക്കുന്ന സമയത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസിറിൽ അള്ളാഹു വിമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഫമാലഹും അനിത്തദ്കിറതി മുഅരിളീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നൽകുന്ന സമയത്ത് സത്യനിഷേധികളായ ആളുകൾ പുറംതിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഫമാലഹും അനിത്തദ്കിറതി മുഅരിളീൻ. ഈ അധ്യാപനങ്ങൾ ശ്രദ്ധിക്കാതെ കേൾക്കാതെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ തിരിഞ്ഞു കളഞ്ഞു പോകുന്നത്? കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. കാട്ടിലുള്ള സിംഹത്തെ പേടിച്ച് ഓടിപ്പോകുന്ന കാട്ടുകഴുതകളെ പോലെയാണ് ഇവര്. കാട്ടിലുള്ള കഴുതകളെ പോലെയാണ്. ഇത്ര നീചമായ നിലക്ക്, ഇത്ര നികൃഷ്ടമായ നിലക്ക്, ഇത്രത്തോളം മ്ലേച്ഛമായ നിലക്ക് അള്ളാഹുവിന്റെ ദീനും അധ്യാപനങ്ങളും അതിന് മുഖവിലക്കെടുക്കാതെ, അതിന് ശ്രദ്ധിക്കാതെ, അത് തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടെ വിമർശിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم لا تجعله ملتبسا علينا فنضل. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنك سميع قريب مجيب الدعوات. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه.